നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ വെർച്വൽ ബോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. സോ വെർച്വൽ ബോക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം എൻ്റെ ഈ ഒരു പി സിക്കകത്ത് ഞാനിപ്പോൾ ഓൾറെഡി വിൻഡോസ് 11 ആണ് റൺ ചെയ്യുന്നത്. അന്നേരം എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു പി സിക്കകത്ത് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണോ നിൽക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു വിൻഡോസ് 11 ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പല സെറ്റിങ്സ് ഒക്കെ മാറുകയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നീട് അത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ പിന്നീട് അത് വേണ്ടാത്ത അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ ഈ പി സിയെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് ഒരു OS തന്നെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് വെർച്വൽ ബോക്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പി സി തന്നെ നമ്മുടെ ഈ ഒരു പി സിയുടെ റാമും CPU ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഈ ഒരു ഫിസിക്കൽ ഹാർഡ്വെയറിലാണ് നമ്മുടെ ഈ ഒരു OS റൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫിസിക്കൽ ഹാർഡ്വെയറിൽ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വെർച്വൽ ഹാർഡ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെർച്വൽ ഹാർഡ്വെയറിൻ്റെ അകത്ത് നമുക്ക് വിൻഡോസോ ലിനക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെർച്വൽ ബോക്സ് എന്നുള്ളത്. ഇത് ഒറാക്കിളിന്റെയാണ്, കമ്പനി ഒറാക്കിളാണ്, അവരുടെയാണ് ഈ ഒരു വെർച്വൽ ബോക്സ്. ഇത് ഓപ്പൺ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല. VMware വർക്ക് സ്റ്റേഷൻ പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഇന്റഗ്രേഷൻസും, ഇത് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഇതിന്റെ ഇന്റഗ്രേഷൻസ്, ഇപ്പം GNS3 ഒക്കെ വെച്ചിട്ട് നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വിൻഡോസിന്റെ ലാബ് ചെയ്യണമെങ്കിൽ, ലിനക്സിന്റെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു വെർച്വൽ ബോക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് വെച്ചുകൊണ്ട്, ഈ വെർച്വൽ ബോക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് അല്ലെങ്കിൽ എന്റർപ്രൈസ് ഗ്രേഡിലുള്ള ഇപ്പോൾ ഒരു വെബ് സെർവർ റൺ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഇത് ജസ്റ്റ് നമുക്ക് നമ്മുടെ പി സിയിൽ നമുക്ക് ഒരു അഡീഷണൽ OS നമുക്ക് വെർച്വലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇത് വെച്ചുകൊണ്ട് ഒരു വെബ് സെർവർ ഒക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മുടെ പി സി തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അത് വർക്കാകത്തില്ല എന്നുള്ളതല്ല, അത് ഒരു കറക്റ്റ് മെത്തേഡ് അല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള വെബ് സെർവേഴ്സോ അങ്ങനെയുള്ള സർവീസുകളൊക്കെ നമ്മൾ എപ്പോഴും ഒരു സെർവറിൽ തന്നെ മാറ്റുകയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിൻഡോസിന്റെ ആണ് നമ്മുടെ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതനുസരിച്ച് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇപ്പം വിൻഡോസ് ഹോസ്റ്റ് ആണ് ഞാനിതുള്ളത്. അതുപോലെ ഈ എക്സ്റ്റൻഷൻ പാക്ക് ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ അഡീഷണൽ ഫീച്ചേഴ്സും ഇന്റഗ്രേഷൻസും ഈ ഒരു എക്സ്റ്റൻഷൻ പാക്ക് വരും. ഇത് ഡൗൺലോഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻസ്റ്റലേഷൻ പോലെ തന്നെയാണ്. നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഒരു സാധാരണ ഇൻസ്റ്റലേഷൻ പോലെ തന്നെ ഇത് പോകും. ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. നെക്സ്റ്റ് കൊടുക്കുക. ഇതിന്റെ എൻഡ് യൂസർ അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിനകത്ത് പല രീതിയിലുള്ള എൻവയോൺമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് പോയാൽ മതി. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോണ്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഇതെല്ലാം ഇൻസ്റ്റാൾ ആവും. ഇതിനകത്ത് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോണ്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇത് ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇതെല്ലാം എനേബിൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മീൻസ് ആ ഡീഫോൾട്ട് ഇൻസ്റ്റലേഷൻ തന്നെ നോക്കുമായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നെറ്റ്വർക്ക് ഇത് ഇൻസ്റ്റാൾ ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വെർച്വൽ നെറ്റ്വർക്ക് അഡാപ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ചിലപ്പോൾ ഡിസ്കണക്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വാർണിംഗ് ആണ് ഈ കാണിക്കുന്നത്. യെസ് കൊടുക്കുക. ഇതിനകത്ത് ഡിപ്പെൻഡൻസീസ് പറയുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാക്കേജും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. കാരണം ഈ ഡിപ്പെൻഡൻസീസ് നമ്മൾ ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവത്തില്ല. പിന്നെ നമുക്ക് എവിടൊക്കെയാണ് ഈ ഷോർട്ട് കട്ട്സ് വേണ്ടത് എന്നുള്ള കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പൊ ഇത് ആ ഡിപ്പെൻഡൻസീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. നമുക്കിനി പ്രത്യേകിച്ച് വേറെ ആക്ഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വൺസ് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കാണിക്കും. ഇതിനകത്ത് ഈ റിമൂവിങ് രജിസ്റ്റർ എന്നൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് ഞാൻ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ ഒരു പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിന്റെയാണ് ഈ റിമൂവിങ് ഒക്കെ ചെയ്യുന്നത്.
ഓക്കെ, അങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വെർച്വൽ ബോക്സ് മാനേജർ. ഇത് ഞാൻ ഡാർക്ക് തീം ഇട്ടിട്ടുണ്ട് എൻ്റെ PC-യിൽ. അതുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് കളറിൽ ഇത് കാണുന്നത്. ഇത് തീം ആയതുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. അല്ലെങ്കിൽ ഇത് വൈറ്റ് കളറിലൊക്കെ നിങ്ങളുടെ PC-യുടെ തീം എന്താണോ ആ തീം അനുസരിച്ച് ഇത് വന്നോളും. ഞാൻ ഡാർക്ക് തീമാണ് യൂസ് ചെയ്യുന്നത്, കാരണം കുറെ ലൈറ്റ് കുറയും, ഒത്തിരി കളേഴ്സ് വരുമ്പം അത് കണ്ണിനും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് തീമാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനെ ബ്ലാക്കിലെല്ലാം കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇവിടെ പല ഓപ്ഷൻസ് ആണുള്ളത്. അതായത് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതായത് പ്രിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും, ഓരോ ഇതിന്റെയും സെറ്റിങ്സ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റമൈസേഷൻ ഇവിടെ ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ അഡ്വാൻസ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നിലവിൽ പ്രത്യേകിച്ച് കസ്റ്റമൈസേഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ന്യൂ ഇത് കൊടുത്താൽ മതി. ന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വെർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ ഏതെങ്കിലും ഒരു വെർച്വൽ മെഷീൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ ബോക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ PC-യിലുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഒരു വെർച്വൽ മെഷീൻ വേറെ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെർച്വൽ മെഷീൻ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. സോ അതാണ് ഈ ഓപ്ഷൻസ് ഇവിടെ കാണുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും മീഡിയ അല്ലെങ്കിൽ ഡിസ്ക് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നെറ്റ്വർക്ക്. നിലവിലിപ്പം ഇത് ഒരു ഹോസ്റ്റലി എത്തർനെറ്റ് അഡാപ്റ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന്റെ IP വേർഷനാണ് ഇവിടെ കാണുന്നത്. നാറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ അവരുടെ ആഡ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് പല നെറ്റ്വർക്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലൗഡ് ഏതെങ്കിലും ഇവരുടെ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യണം, അതൊക്കെ ഉണ്ട്. റിസോഴ്സസ് ഇപ്പം നിലവിൽ നമ്മൾക്ക് എത്ര CPU ഉണ്ട്, RAM ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഹോമിൽ പോയിട്ട് ഒരു പുതിയൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു വിൻഡോസിന്റെ ഒരു വെർച്വൽ മെഷീനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു Windows 10 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെർച്വൽ മെഷീൻ ഒരു പേര് കൊടുക്കുക. അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു വെർച്വൽ മെഷീനെ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അതർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണോ ഏതെങ്കിലും സ്പെസിഫിക് ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡർ വെച്ചിട്ട് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ മെഷീൻസ് എല്ലാം ഒറ്റ ഒരു ഫോൾഡറിൽ അതായത് വെർച്വൽ മെഷീന്റെ പേരിൽ അവിടെ കിടന്നോളും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലയിടത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് മാനേജ് ചെയ്യാനൊക്കെ പാടായിരിക്കും. കാരണം ഈ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഹാർഡ് ഡിസ്കോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ PC-യുടെ ഒക്കെ മെമ്മറി ഒക്കെ ഒത്തിരി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത വെർച്വൽ മെഷീൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയൊക്കെ ചെയ്യാൻ പാടായിരിക്കും. എപ്പോഴും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇടുമായിരിക്കും നല്ലത്. ഞാൻ C ഡ്രൈവിൽ വെർച്വൽ മെഷീൻസ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലാണ് ഇടുന്നത്. ഇനി അടുത്ത ISO ഇമേജ് ആണ്. സോ ഈ ഒരു ISO ഇമേജ് നമുക്ക് ഇപ്പം വിൻഡോസ് ആണ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് വിൻഡോസിന്റെ ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഇനി ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉബുണ്ടു ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഉബുണ്ടുവിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡിൽ പോയാൽ അവിടെ നമുക്ക് ISO ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ വേണ്ടത് നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഫയർവാൾസ് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ISO സപ്പോർട്ട് ഇപ്പോൾ സോഫോസ് പോലത്തെ ഫയർവാൾ വേണമെങ്കിൽ ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ISO ഇമേജ് ആയിട്ട് ഇൻസ്റ്റാളബിൾ ആയിട്ട് വരുന്ന ഏത് കാര്യം വേണമെങ്കിലും മിക്കവാറുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ഓൾറെഡി വിൻഡോസിന്റെ ISO ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ മാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സോഫോസിന്റെ ആണ്. വിൻഡോസ് ISO എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ വിൻഡോസ് 11ന്റെ ഒരു ISO ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ OS ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ഷൻ ചെയ്യുന്നുണ്ട് വിൻഡോസ് ഹോം എന്നുള്ള രീതിയിൽ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പം ജസ്റ്റ് എന്താ പറയുക, ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എഡീഷൻ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വിൻഡോസ് പ്രോ ഇടാം. ഇത് പ്രോ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി, കാരണം ഈ ഒരു ISO ഫയലിനകത്ത് ഇത്രയും വേർഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു OS എഡീഷൻ എന്ന് പറഞ്ഞതിനകത്ത് കാണിക്കുന്നത്. ഈ പ്രൊസീഡ് വിത്ത് അൺഅറ്റൻഡഡ് ഇത് ഇൻസ്റ്റലേഷൻ ഇത് എപ്പോഴും ഡിസേബിൾ ചെയ്ത് വെക്കുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ താഴെയുള്ള ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ, ഇവിടെ യൂസറും പ്രോഡക്റ്റ് കീയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും ഇതിൻ്റെതായ കുറെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഇത് കൊണ്ടുവരികയും ചെയ്യും. അപ്പം ഇത് നമുക്ക് ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ അതുകൊണ്ട് പ്രൊസീഡ് വിത്ത് അൺഅറ്റൻഡഡ് ഇൻസ്റ്റലേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പ്യുവർ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടൊരു OS അത് അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് എപ്പോഴും OS വിൻഡോസിൻ്റെ ആണെങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വേർഷൻ ഏതാണെന്നുള്ളത് വിൻഡോസ് 11 64 ബിറ്റ്. ഇത് വൺസ് നമ്മൾ ഈ ISO ഇമേജ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഇൻ കേസ് ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആ വേർഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അൺഅറ്റൻഡഡ് സംഭവം നമ്മൾ നോക്കുന്നേ ഇല്ല, അത് നമ്മൾ നേരത്തെ മേളത്തെ ഇതിനകത്ത് നമ്മൾ അൺചെക്ക് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഹാർഡ്വെയർ ആണ്. നമുക്ക് ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്യാൻ എത്രത്തോളം ഹാർഡ്വെയർ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു PC-യിലുള്ള ഹാർഡ്വെയർ തന്നെയാണ് ഇതിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ ഒരു PC-യിൽ ഫിസിക്കലി ഇപ്പം ഇതിനകത്ത് 8 GB മെമ്മറി ഉണ്ടെന്ന് വെക്കുക, റാം ഉണ്ട്. അപ്പം 8 GB റാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് 2 GB 3 GB എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ആ ഇട്ട് കൊടുക്കുന്ന അത് വെച്ചിട്ടാണ് ഇതൊരു വെർച്വൽ ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു നമ്മളിപ്പോൾ ഒരു ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് CPU, മെമ്മറി, നെറ്റ്വർക്ക്, ഹാർഡ് ഡിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ വെർച്വലി നമ്മുടെ ഈ ഒരു PC-യിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഹാർഡ്വെയർ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു മെമ്മറി 4 GB കൊടുത്തു, കാരണം വിൻഡോസ് 11 വർക്ക് ചെയ്യണേ കുറഞ്ഞൊരു 4 GB എങ്കിലും വേണം. 2 CPU വേണം, അതുകൊണ്ട് ഈ 2 ഇതും കൊടുത്തു. ഇത് അതുപോലെ തന്നെ EFI ആണ് ഇതിന്റെ ഈ ഒരു എന്താ പറയുക ഇൻസ്റ്റലേഷൻ മീഡിയ വന്നേക്കുന്നത്, അതുകൊണ്ട് EFI സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഇത് നെറ്റ്വർക്ക് ഇത് വെർച്വൽ ഹാർഡ് ഡിസ്ക്, നമുക്ക് ആ ഹാർഡ് ഡിസ്ക് എത്ര GB വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ബേസിക്കലി ഞാൻ ഈ ഒരു GB സെലക്ട് ചെയ്യുമ്പം എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇപ്പോൾ ഇത് വെർച്വൽ മെഷീനായിട്ട് റൺ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എത്ര സൈസ് വേണ്ടി വരും അതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്നുള്ളത് നമുക്കിവിടെ പ്രത്യേകം പറയാൻ പറ്റും. അപ്പോൾ ആ സൈസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു പ്രീ അലോക്കേറ്റ് ഫുൾ സൈസ് ഒരിക്കലും നമ്മളെ PC-യിലൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കരുത്. കാരണം ഞാനിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 80 GB ഒറ്റയടിക്ക് ഈ ഒരു ഹാർഡ് ഡിസ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അങ്ങ് അലോക്കേറ്റ് ചെയ്യും. സോ അത് കൊടുക്കല്. കാരണം എന്താ വെച്ചാൽ 80 GB വരെ സ്പേസ് അല്ലെങ്കിൽ അതിനെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആക്കും. ഞാനിത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഫയലിൻ്റെ അകത്ത് ഡേറ്റ വരുന്നതനുസരിച്ച് ആ ഫയൽ വലുതാകത്തേ ഉള്ളൂ. 80 GB ഒറ്റയടിക്ക് അവിടെ കൊടുക്കില്ല, മീൻസ് ഒറ്റയടിക്ക് അവിടെ അലോക്കേറ്റ് ആകത്തില്ല. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് 80 GB സ്പേസ് ഇല്ലെങ്കിൽ പോലും ഒരു പ്രശ്നവും എനിക്ക് 80 GB ഇവിടെ കൊടുക്കാം, ഇത് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ വൺസ് അത് ഗ്രോ ആയി വരുന്നതനുസരിച്ച് മെമ്മറി ഞാൻ മാനേജ് ചെയ്യുക, സ്പേസ് മാനേജ് ചെയ്താൽ മതി. അതാണ് ഈ ഒരു ഓപ്ഷൻ. അതുപോലെ ഏത് രീതിയിലുള്ള ഇമേജ് ഇത് ഒരു ഡിസ്ക് ഫയലായിട്ടാണ്, ഒരു വെർച്വൽ ഡിസ്ക് നമ്മൾ സാധാരണ ഹാർഡ് ഡിസ്കിന്റെ അതേ രീതിയിൽ ഒരു ഫയലായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ അകത്തായിരിക്കും ഈ ഹാർഡ് ഡിസ്കിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഏത് ഫോർമാറ്റ് വേണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഫോർമാറ്റിൽ ഇത് വർക്കാവും, ഫയൽ ക്രിയേറ്റ് ആയിക്കോളും, ഹാർഡ് ഡിസ്ക് ഫയൽ. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ഡിസ്കിനെ ഒരു ഫയലായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മുടെ ഹാർഡ് ഡിസ്കിൽ തന്നെ ഈ ഒരു ഫയലായിട്ട് വരും. ഞാനിത് വൺസ് ഇത് ക്രിയേറ്റ് ആയതിനു ശേഷം ഞാനത് കാണിച്ചു തരാം. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഇല്ലാതെ തന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പം ഇത്രയാണ്. ഇത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വെർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ആയി, അതിന്റെ OS കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ, ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഐഡന്റിറ്റി, അതായത് ഏത് OS ആണെന്നുള്ളത്, അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ക്ലിപ്പ് ബോർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർഡ് ക്ലിപ്പ് ബോർഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വെർച്വൽ മെഷീൻ്റെ അകത്തോട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു PC എന്തെങ്കിലും കാര്യങ്ങൾ കോപ്പി ചെയ്യണമെങ്കിൽ അത് കോപ്പി ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ കൊടുക്കാം. ഡിസ്ക് എൻക്രിപ്ഷൻ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഹാർഡ് ഡിസ്ക് എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെ സിസ്റ്റം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആ ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും.
അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നെക്സ്റ്റഡ് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എനേബിൾ ചെയ്യാം. കാരണം ഇപ്പോൾ എനിക്കൊരു Hyper-V വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെർച്വലൈസേഷൻ വെച്ച് ഇപ്പം GNS3 ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്താലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ അത് നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള വെർച്വലൈസേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് വർക്ക് ആവുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ഓരോ ഹാർഡ്വെയർ ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി സ്ക്രീനിന്റെ ഡിസ്പ്ലേ, അതുപോലെ റിമോട്ട് ഡിസ്പ്ലേ, റെക്കോർഡിങ്, ഇങ്ങനെയുള്ള കാര്യം, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റോറേജ്, ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു VDI അല്ലെങ്കിൽ വിൻഡോസ് 10 ഒരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ISO ഫയൽ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെയൊക്കെ ടൈപ്പ് ഉണ്ട് കേട്ടോ, ഇതിനകത്ത് പോർട്ട് ഉണ്ട്, അതുപോലെ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നോക്കി കണ്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഡിസ്ക് വേണമെങ്കിൽ നമുക്കിവിടെ അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് ഓഡിയോ ആണ്. നമുക്ക് ഓഡിയോ ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ ആ ഓഡിയോ ഇത് ഇടാൻ പറ്റും. ഇപ്പം എന്താണ് നമ്മുടെ PC-യിലുള്ള ഓഡിയോ, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ഓഡിയോയുടെ വെർച്വൽ ഓഡിയോ ആയിരിക്കും ഇതിൽ അസൈൻ ആകുന്നത്. നെറ്റ്വർക്ക് അഡാപ്റ്റർ, നമുക്ക് എത്ര നെറ്റ്വർക്ക് അഡാപ്റ്റർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് 4 ഉണ്ട്. ഇതിനകത്ത് ഈ എനേബിൾ നെറ്റ്വർക്ക് അഡാപ്റ്റർ കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അവിടെ ഇവിടെ ഇതൊന്നും എനേബിൾഡ് അല്ല, സോ അത് വർക്ക് ആവത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഈ അറ്റാച്ച് ടു NAT കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺഫിഗറേഷനാണ്. NAT കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു PC ഇപ്പോൾ വൈഫൈയിൽ കണക്റ്റഡ് ആണ്. അന്നേരം ഈ ഒരു NAT കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു PC-യും ഈ ഒരു വെർച്വൽ മെഷീനും തമ്മിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഈ വെർച്വൽ മെഷീൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു PC-യുടെ IP തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വയർലെസ് നെറ്റ്വർക്കിൽ കൂടെ പോയിട്ട് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു PC-ക്ക് പുറത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ PC-യിൽ നിന്ന് തന്നെ ഒരു IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും പോവുക. PC-യുടെ തന്നെ IP അഡ്രസ് യൂസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിനൊരു ഓൾറെഡി ഒരു NAT IP അസൈൻ ആവും. ആ IP പക്ഷേ PC-യുടെ IP യൂസ് ചെയ്തിട്ടായിരിക്കും ഈ PC-യുടെ പുറത്തുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അതാണ് NAT. ഈ ബ്രിഡ്ജഡ് അഡാപ്റ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു PC-യുടെ IP യൂസ് ചെയ്യത്തില്ല. അതിന് പകരം ഈ വയർലെസ് നെറ്റ്വർക്കിൽ തന്നെ രണ്ടാമതൊരു IP ഇത് ഈ ഒരു വെർച്വൽ മെഷീൻ എടുക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ വേറെ ഒരു ഡിവൈസിൽ ഇരുന്നിട്ട് ഈ ഒരു വെർച്വൽ മെഷീൻ ആക്സസ് ചെയ്യണം, IP വെച്ചിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജഡ് അഡാപ്റ്റർ വേണം കൊടുക്കാനായിട്ട്. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഇത് ഒരു വേറൊരു ഡിവൈസായിട്ട് തന്നെ അപ്പിയർ ആവും. ഇവിടെ കൃത്യമായിട്ടുള്ള അഡാപ്റ്റർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏത് അഡാപ്റ്ററാണ്, വയർലെസ് ആണോ എത്തർനെറ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്റേണൽ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെർച്വൽ ബോക്സിന്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെർച്വൽ മെഷീൻസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് മാത്രമായിട്ടാണ് ഇന്റേണൽ നെറ്റ്വർക്ക്. അതൊരിക്കലും നമ്മുടെ ഈ വയർലെസ് നെറ്റ്വർക്കിൽ കൂടെ പുറത്തോട്ട് കണക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഇന്റേണലി കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് പേരാണോ ഇവിടെ കൊടുത്തേക്കുന്നത് ആ പേരായിരിക്കും, ആ പേര് തന്നെ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ 2 വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തു. ഇന്റേണൽ നെറ്റ്വർക്ക് അതിനകത്ത് ഇതേ സെയിം നെറ്റ്വർക്ക് തന്നെ ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് മൾട്ടിപ്പിൾ ചൂസ് ചെയ്യാം. ഇപ്പം ഇന്റേണൽ INT നെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഇന്റേണൽ നെറ്റ് എന്ന് പറഞ്ഞ് ഇത് കൊടുത്തു കഴിയുമ്പോൾ 2 വെർച്വൽ മെഷീനും ഇതേ സെയിം നെയിം ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 വെർച്വൽ മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും. അതേസമയം ഒരെണ്ണത്തിന് ഒരു പേരും വേറൊരെണ്ണത്തിന് വേറൊരു പേരും ആണെന്നുണ്ടെങ്കിൽ വർക്ക് ആവത്തില്ല. കാരണം രണ്ട് നെറ്റ്വർക്കായിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിന്റെ പേരാണ് ഇത് പറയുന്നത്. ഇന്റേണൽ നെറ്റ്വർക്കാണ് ഇതിന്റെ പേരാണ്. അപ്പം ഇത് ഒരു നെറ്റ്വർക്ക് പോലെ തന്നെ ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരിക്കുള്ള ഒരു നെറ്റ്വർക്കിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു VLAN പോലെ ആക്ട് ചെയ്യും. അപ്പം ഏത് VLAN-ലാണോ ഇടേണ്ടത് ആ ഒരു VLAN-ൽ ഇടുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റേണലി നമ്മുടെ 2 ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ PC-യിലിരുന്ന് അതിൽ RDP ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് വിത്തിൻ ആ ഒരു നെറ്റ്വർക്കിൽ മാത്രമേ അത് അവൈലബിൾ ആകത്തുള്ളൂ. പിന്നെ ഹോസ്റ്റ് ഒൺലി അഡാപ്റ്റർ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു PC-യിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ഒൺലി അഡാപ്റ്റർ സെലക്ട് ചെയ്യാം. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ PC-യിൽ നിന്ന് മാത്രമേ ഇത് കണക്ട് ചെയ്യാനുള്ളൂ. PC-ക്ക് പുറത്തോട്ടൊന്നും പോകില്ല. അപ്പോൾ PC-യിൽ നിന്ന് ഒരു കണക്ടിവിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ ജനറിക് ഡ്രൈവർ ഇത് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ചൊരു സംഭവം അറിയത്തില്ല. NAT നെറ്റ്വർക്ക് അറിയാം. അതായത് ഏത് ഇപ്പം അറ്റാച്ച് ടു NAT നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NAT എനേബിൾ ചെയ്തിട്ടുള്ള നെറ്റ്വർക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം.
പിന്നെ ക്ലൗഡ് എക്സ്പെരിമെന്റിലാണ് നോട്ട് അറ്റാച്ച്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് അഡാപ്റ്റർ അറ്റാച്ച് ആവത്തില്ല, അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മളുടെ റിക്വയർമെന്റ് അത് ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ജനറലി ചെയ്യാറുള്ളത് ബ്രിഡ്ജ്ഡ് അഡാപ്റ്റർ ആണ്. ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള മറ്റുള്ള ഡിവൈസസിനൊക്കെ ഇത് ആക്സസ് ചെയ്യാനും ഈ ഡിവൈസിൽ നിന്നും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് മിക്കവാറും ഞാൻ സെറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ ഇത് വെർച്വൽ കേബിൾ കണക്റ്റഡ് കൊടുത്താൽ ഇത് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരും. ഇത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ഷൻ കാണിക്കത്തില്ല, മീൻസ് ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞായിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്നത്. പിന്നെ അതിൽ പോർട്ടുകൾ നമുക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. USB വേണമെങ്കിൽ ആ USB-യുടെ ഇത് കൊടുക്കാൻ പറ്റും. ഷെയർഡ് ഫയൽ ഫോൾഡേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു PC-യിൽ നിന്നൊരു ഷെയർഡ് ഫോൾഡർ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഫോൾഡറിൻ്റെ പാത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അത് വെച്ചിട്ട് ആ ലൊക്കേഷനുള്ള ആ ഒരു ഫോൾഡർ ഇതുമായിട്ട് മീൻസ് അതൊരു അറ്റാച്ച് ചെയ്ത് ഒരു ഷെയർ ഫോൾഡറായിട്ട് അവിടെ കാണാൻ പറ്റും. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് യൂസർ ഇന്റർഫേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഇനി ഇതിനെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരെ ഓപ്പൺ ആയി വരും. നമുക്ക് അവിടെ നിന്നാണ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് Windows 11 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് Windows 10 എന്നാണ് ഇവിടെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന Windows 11 ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിപ്പോൾ സ്റ്റാർട്ടായി. നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഒരു സ്ക്രീൻ വരും. എന്നിട്ട് ഇവിടുന്ന് ഇതാവും, ഇത് സ്റ്റാർട്ടാവും. ഓക്കെ, ഇതിന് വിൻഡോസിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസ് എനി കീ കൊടുക്കണം, എന്നാലേ അത് ബൂട്ട് ആവത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ കീ കൊടുക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. ഇവിടെ അകത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ മൗസ് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തു, ഈ ഒരു ബ്ലാങ്ക് സ്ക്രീൻ അല്ലെ പ്രസ് എനി കീ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. എനിക്ക് ജനറലി ഇത് പുറത്തോട്ട് ഈ മൗസ് ഇതിന് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അന്നേരം നമ്മളിത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ മൗസ് റിലീസ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഈ ഒരു കീബോർഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഹോസ്റ്റ് കീ കോംബോ എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ, ഇത് ഞാൻ ഷിഫ്റ്റും കൺട്രോളും കൂടെ ഒരുമിച്ച് ഞെക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇത് കിട്ടിയതാണ്. ഇങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇതിന്റെ UI-ക്ക് അകത്തോട്ട് നമ്മുടെ ഈ മൗസ് പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു വെർച്വൽ മെഷീൻ്റെ അകത്തോട്ട് ഈ മൗസ് ക്യാപ്ചർ ആവും. പിന്നെ ഈ മൗസിനെ നമുക്ക് നമ്മളുടെ PC-യിലോട്ട് റിലീസ് ആയി കിട്ടത്തില്ല. സോ അങ്ങനെ വരുമ്പം ഞാനിപ്പോൾ ഈ കീ കോമ്പിനേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് ഷിഫ്റ്റും കൺട്രോളും കൂടെ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ എൻ്റെ PC-യിലോട്ട് ഈ മൗസിനെ റിലീസ് ആയി കിട്ടും ആ വെർച്വൽ മെഷീൻ്റെ അകത്തുനിന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ മുഴുവൻ കൂടെ എന്താ പറയുക ടെൻഷനാകും, ഇത് എങ്ങനെ പുറത്തോട്ട് എടുക്കാൻ പറ്റും. കാരണം വെർച്വൽ മെഷീനിന്റെ പുറത്തുനിന്ന് നമുക്ക് മൗസ് കിട്ടത്തില്ല, അങ്ങനെ ഒരു വിഷയം വരും. അപ്പോൾ അത് റിലീസ് ആക്കണേ ഈ ഒരു പരിപാടി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കീ കോമ്പിനേഷൻ, ആ കീ കോമ്പിനേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഈ പവർ ഓഫ് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ച് നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വിൻഡോസിന്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു കീ നമ്മൾ ഞെക്കണം, എന്നാലേ അത് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ആകുമ്പോൾ പ്രസ് എനി കീ ഇതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏതെങ്കിലും കീ പ്രസ് ചെയ്താൽ മതി. ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് കഴിയുമ്പം അവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിൻഡോസിന്റെ ഇൻസ്റ്റലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ലിനക്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻസ്റ്റലേഷൻ നടന്നോളും. അതിപ്പോൾ ഇവിടെ വിൻഡോസിന് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടായി ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരേ സമയം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം റൺ ചെയ്യാനും പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ PC-യുടെ ഹാർഡ്വെയർ സ്പെക്സ് എന്താണോ അതാണ് മാക്സിമം നമുക്ക് ഈ വെർച്വൽ മെഷീൻ റൺ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ വെർച്വൽ മെഷീൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പെക്സ് ഈ വെർച്വൽ മെഷീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മളുടെ PC-ക്കും കൂടെ കുറച്ച് ഈ CPU റാമും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ PC-യും കൂടെ റൺ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഹാങ് ആയിപ്പോവും.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ PC സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് വേണ്ട ആ ഒരു ഇതും കൂടെ ഇട്ടതിന് ശേഷം ബാക്കി മാത്രമേ നമ്മൾ വെർച്വൽ മെഷീനൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ PC-യിലൊക്കെ ലാബ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഡീഫോൾട്ട് തന്നെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. കീബോർഡ് US തന്നെയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റോൾ വിൻഡോസ് 7 ഇൻസ്റ്റോൾ ചെയ്യുന്നത്. നമുക്കിവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വേർഷൻസ് വേണമെങ്കിൽ ഇവിടെ കണ്ടോ, ഈ പ്രീവിയസ് വേർഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പഴയ ഇൻസ്റ്റാളർ വരും. അതിനകത്ത് നമുക്ക് വേണ്ട വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ കീ ചോദിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പം അത് എന്താ പറയുക, ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ആക്കും. ഇവിടെ എനിക്ക് വേർഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാണെന്നുള്ളത്. ഇപ്പം വിൻഡോസ് 11 Pro ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഈവൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിലെ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലൈസൻസ് കൊടുക്കുകയാണ് നല്ലത്. ഈ അഡ്വാൻസ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ 80 GB ഉണ്ട്, അതിനെ നമുക്ക് മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജനറലി നമ്മൾ പാർട്ടീഷൻ ഇടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ പാർട്ടീഷൻ ഇടുന്നതിനൊരു മെയിൻ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം വിൻഡോസിന്റെ ഒരു ആർക്കിടെക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഡ്രൈവ്, അതായത് C ഡ്രൈവ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ യൂസറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അതായത് മൈ ഡോക്യുമെന്റ്സ്, വീഡിയോസ്, ഫോട്ടോസ്, ഡെസ്ക്ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഫോൾഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡേഴ്സ് ആണ്. അപ്പം നമ്മളുടെ ഇപ്പം അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു PC ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഓരോരുത്തരുടെയും ഫോൾഡേഴ്സിലുള്ള ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മറ്റാൾക്ക് കാണാനൊക്കത്തില്ല. അൺലെസ് ആളൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അതിനകത്ത് ആക്സസ് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. അപ്പം ഷെയർഡ് PC-കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലോഗിൻ ചെയ്യാവുന്ന PC-കളൊക്കെ ആണെങ്കിൽ നമ്മൾ C ഡ്രൈവ് മാത്രം സെറ്റ് ചെയ്യുകയാണ് നല്ലത്. ഈ D ഡ്രൈവിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തുള്ള യൂസേഴ്സിനെല്ലാം എല്ലാവർക്കും ഒരേപോലെ D ഡ്രൈവ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഡീഫോൾട്ടായിട്ട് ഒരു പെർമിഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് C ഡ്രൈവ് മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുമായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് D ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ബെസ്റ്റ് പ്രാക്ടീസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു വിൻഡോസ് 11 നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാനും, അല്ലെങ്കിൽ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് എല്ലാം സെയിം ആണ്. വൺസ് ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇത് ഇവിടെ റൺ ആവും. അപ്പം ഇതിനകത്ത് നമുക്കിവിടെ കാണും ഈ റണ്ണിങ് എത്ര എണ്ണം ഉണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെർച്വൽ മെഷീൻസ് എല്ലാം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അത് റൺ ആവും. ഇതിനെ നമുക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്കിവിടെ ഷട്ട് ഡൗൺ കൊടുത്താൽ മതി. ഇത് സ്റ്റോപ്പ് ആവും. റീസെറ്റ് ചെയ്യാം. ഇതിനെ പോസ് ചെയ്യാം. അപ്പോൾ ഇപ്പം പോസ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്താണോ ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, അതങ്ങനെ പോസ് ആയിരിക്കും. തിരിച്ച് ഓപ്പൺ ആക്കുന്നിടം വരെ അതങ്ങനെ ഇരുന്നുള്ളൂ. സ്നാപ്ഷോട്ട് വേണമെങ്കിൽ സ്നാപ്ഷോട്ട് എടുക്കാം. ഈ സ്നാപ്ഷോട്ട് എടുക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഇപ്പോഴുള്ള ആ ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താണോ ഈ വെർച്വൽ മെഷീൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഈ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു അസ്യൂം ചെയ്യുക, ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. ഞാൻ ഒരു സ്നാപ്ഷോട്ട് എടുത്തു. എന്നിട്ട് ആ സ്നാപ്ഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും കാരണവശാൽ കറപ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ക്രാഷ് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ, PC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ PCക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് തിരിച്ച് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പിലുള്ള ആ ഒരു സ്റ്റേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എടുത്ത് വെച്ച സ്നാപ്ഷോട്ട് എടുത്ത് ആ സ്നാപ്ഷോട്ടിലോട്ട് മൂവ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ആ സ്നാപ്ഷോട്ടിൻ്റെയോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ PC-യുടെ സെറ്റപ്പ്, അതേ ഇതിലോട്ട് തന്നെ മാറും. മറ്റുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റായി പോയ കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്യും. സോ അതാണ് ഈ ഒരു സ്നാപ്ഷോട്ടിന്റെ പ്രത്യേകത. അപ്പം സ്നാപ്ഷോട്ട് എടുത്ത് വെക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതാണ് ആ ഒരു കാര്യങ്ങൾ. പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിൽ നമുക്ക് വേണം ചെയ്യാം. ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ, നമുക്കിപ്പോൾ അഡീഷണലി ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് ഒരു CD DVD റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്ക് കാർഡ് നമുക്ക് അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും, ചിലത് അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഗസ്റ്റ് ആഡ് ഓൺസ് ഉണ്ട്. ഈ ഗസ്റ്റ് അഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ ഈ വെർച്വൽ ബോക്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അതും നമ്മളുടെ ഈ ഒരു PC-യുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻസ്, ഇപ്പം ടൈം
അല്ലെങ്കിൽ അങ്ങനെ ഷെയർഡ് ഫോൾഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രീതിയിലൊക്കെ ഇന്ററാക്ഷൻസ് നമ്മുടെ ഈ ഒരു പി സിയുമായിട്ട് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഗസ്റ്റ് ആഡോൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനൊരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവും. അതിനാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അത് ജസ്റ്റ് ഈ ഡിവൈസസിൽ പോയിട്ട് ഈ ഒരു ഇൻസേർട്ട് CD ഇമേജ് കൊടുത്താൽ മതി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PC ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ തന്നെ ഒരു CD ROM അവിടെ കാണാൻ പറ്റും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അതും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ PCയുടെ ഇതിലിപ്പം വന്നേക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇത്ര സൈസിലാണ് ഡിസ്പ്ലേ വന്നേക്കുന്നത്. ഈ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഒക്കെ നമ്മുടെ ഈ PCയുടെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ സെറ്റിംഗ്സിലോട്ടൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആകുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ഗസ്റ്റ് അഡീഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് ആ രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഡ്രൈവറൊക്കെ കുറച്ചുകൂടെ കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. സോ അതാണ് ആ ഒരു ഓപ്ഷൻ. പിന്നെ ക്ലിപ്പ് ബോർഡ് ഷെയർ ചെയ്യുന്നതും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് വെർച്വൽ മെഷീന്റെ സെറ്റിംഗ്സ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതേ സെയിം ഡിവൈസസിന്റെ അകത്തെ പോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. വെർച്വൽ മെഷീൻ റൺ ആകുമ്പോൾ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ ചില ഓപ്ഷൻസ് ഒക്കെ സെറ്റിംഗ്സിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർച്വൽ മെഷീന് പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്താലേ മാറ്റാൻ പോസിലാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനൊക്കത്തില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ ഓപ്ഷൻസ് ഒന്നും കാണണ്ട. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ബേസിക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പെർട്ട് മോഡിലോട്ട് മാറ്റാൻ പറ്റും. ബേസിക് വന്നാൽ വളരെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണിക്കത്തുള്ളൂ. എക്സ്പെർട്ട് ആകുമ്പോൾ ഫുൾ ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അതാണ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഏതെങ്കിലും ഒരെണ്ണം പ്രത്യേകിച്ച് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വെർച്വൽ ബോക്സ് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇത് വെച്ച് നമുക്ക് മിക്കവാറുള്ള ലാബുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ PCയുടെ കോൺഫിഗറേഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതിനകത്ത് വെർച്വൽ മെഷീൻസ് റൺ ചെയ്യാൻ പറ്റുക. അത്രയേ ഉള്ളൂ ഇതിനകത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് റൺ ആയിക്കോളും. നമ്മുടെ PCയുടെ തന്നെ ഹാർഡ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ.